പാലക്കാട് ബിജെപിയിൽ വലിയ പൊട്ടിത്തെറി എന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ ദേശീയ കൌൺസിൽ അംഗമായ ശിവരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ? അത് ഞങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങളുടെ ആയുസ്. നമ്മുടെ ദേഹം മുഴുവൻ ബിജെപിയിലേക്ക്. തീരുമാനത്തിൽ മാറ്റമില്ല. ബിജെപി വിടുന്ന അങ്ങനെയല്ല ശരിയാ. ചില ആളുടെ കൈകളിൽ മാത്രമാണ് ഈ പാർട്ടി എന്നുള്ള ഒരു ആ കുത്തക അവസാനിപ്പിക്കണം. അത്ര മാത്രമേ. അതാണ് നിങ്ങളെ ആവശ്യം അല്ലേ? പ്രശാന്ത് ശിവൻ അംഗീകരിക്കില്ല. രാജിയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിലും പാർട്ടി വിടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ദേശീയ കൌൺസിൽ അംഗമായ എൻ ശിവരാജൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ് മറുപടി. അത് തീരുമാനമെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിമത നീക്കം ശക്തിപ്പെടുകയാണ്. ഇന്നിപ്പോൾ 6 കൌൺസിലർമാർ ചേർന്ന് യോഗം ചേരുകയൊക്കെ ചെയ്തു. തുടർ തീരുമാനത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ചിലർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നാണ് അവർ പ്രതികരിക്കുന്നത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, കൌൺസിലർമാരുടെ ബിജെപി നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് പ്രശാന്തിനെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരരുത് എന്നുള്ളത് തന്നെയാണ് ഇവർ ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നത്. പ്രശാന്തിനെ ഇതിൽ നിന്നും പിൻവലിച്ചിട്ടില്ലെങ്കിൽ രാജിവെക്കും എന്ന് തന്നെയാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാര്യമാണ് ഇപ്പോൾ യോഗത്തിൽ ഇവർ ഐക്യകണ്ഠേന തീരുമാനിച്ച ഒരു നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 9 കൌൺസിലർമാർ ഇത്തരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ മാധ്യമങ്ങൾ ഇവരോട് സംസാരിക്കുകയും ചെയ്തു. ഇവർ പരസ്യമായി ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എൻ ശിവരാജനൊപ്പം തന്നെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ ചോദിച്ചെങ്കിൽ പോലും ഇവരൊന്നും തന്നെ വ്യക്തമാക്കാൻ തയ്യാറായില്ല. ഒപ്പം ശിവരാജൻ പറയുന്നത് ഈ പ്രശാന്ത് ശിവനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. തീരുമാനത്തിൽ നിന്നും പാർട്ടി പിന്മാറണം എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. നാളെയാണ് ഇത്തരത്തിലെ ഒരു തീരുമാനം വരിക. നാളെയാണ് ബിജെപി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു നിലപാട് വ്യക്തമാക്കുക, അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ യോഗം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇത് ജില്ലാ നേതൃത്വത്തെ യോഗത്തിന്റെ തീരുമാനങ്ങൾ അറിയിക്കും. തുടർന്ന് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് കൂടെ പ്രസക്തമാണ്. ഇവരുടെ ഈ രാജ്യസന്നദ്ധത ഉൾപ്പെടെ ഈ ജില്ലാ നേതൃത്വം എങ്ങനെ സ്വീകരിക്കുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആയിരിക്കും മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും പ്രശാന്ത് ശിവൻ ബിജെപി ജില്ലാ അധ്യക്ഷനായി വരികയാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു അട്ടിമറി സൃഷ്ടിക്കുമെന്ന്. ജില്ലാ പ്രസിഡന്റ് ആക്കാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് പ്രതികരണം. കൌൺസിലർമാരുടെ പ്രതികരണം. 6 പേരാണ് രാജ്യസന്നദ്ധ